നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ചാവക്കാട് എടക്കഴിയൂർ അതിർത്തി ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രിക മരിച്ചു. മലപ്പുറം പാലപ്പെട്ടി തെക്കേപ്പുറത്ത് ഷാനവാസ് ഭാര്യ 40 വയസ്സുള്ള മുംതാസ് ആണ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന മകൻ ഷാൽബിൻ പരിക്കുകളോടെ ഹയാത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ദേശീയപാത എക്സിറ്റ് പോയിന്റിൽ വെച്ചായിരുന്നു അപകടം. ബ്ലാങ്ങാടുള്ള സഹോദരന്റെ വീട്ടിൽ പോയി മടങ്ങി പാലപ്പെട്ടിയിലേക്ക് വരികയായിരുന്നു അപകടം. പരിക്കേറ്റ മുംതാസിനെ എടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മേൽ നടപടികൾക്ക് ശേഷം ഇന്ന് പാലപ്പെട്ടിയിൽ ഖബറടക്കം നടത്തും. ഷംന, ജന്നത്ത്, മുഹമ്മദ്, ഷാൽബിൻ എന്നിവർ മക്കളാണ്. തൃശൂരിൽ ആനയിടഞ്ഞു. കൊല്ലത്ത് നിന്നും എത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് വിരണ്ടോടിയത്. ജനവാസ മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച വിരണ്ടോടിയ ആന കാറും ബൈക്കും ഓട്ടോയും കുത്തിമറിച്ചിട്ടു. തളയ്ക്കാൻ ശ്രമം തുടരുന്നു. പാറമേക്കാവിൽ തൊഴിക്കാൻ എത്തിച്ച ആനയാണ് ഇടഞ്ഞത്. കാലിലെ ചങ്ങല ഉടക്കിയതിനെ തുടർന്ന് ആന ഒരു വീടിന് സമീപത്ത് നിലയുറപ്പിച്ച വീടിന്റെ ഒരു ഭാഗം തകർത്തു. കാറിന് അകത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്ന സമയത്താണ് ആന കാർ കുത്തിമറിച്ചത്. 2.5 കിലോമീറ്ററോളം ഓടിയാണ് ആന ജനവാസ മേഖലയിലെത്തി നിലയുറപ്പിച്ചിരിക്കുന്നത്. എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. CCFനെ വിളിച്ച് അടിയന്തര നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയതായി വനം മന്ത്രി ഷിബു ബേബി പ്രതികരിച്ചു. തിച്ചൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. എട്ടാമാട്ടിൽ മണ്ണൂരിൽ അസീസിന്റെ മകൻ അജ്മലാണ് മരിച്ചത്. 24 വയസ്സാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിയോടെയാണ് സംഭവം. നിർമ്മാണത്തിലുള്ള പുതിയ വീടിന്റെ ഇലക്ട്രിക്കൽ ജോലിക്കെത്തിയതായിരുന്നു അജ്മൽ. ജോലിക്കിടയിൽ ഇരുമ്പ് കോണിയിൽ നിന്ന് താഴെ വീഴുകയായിരുന്നു. ഉടൻ തന്നെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷോക്കേറ്റ് മരിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ജമീല മാതാവാണ്. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. 10 ദിവസത്തിനുള്ളിൽ 3-ാം തവണയാണ് വില കൂട്ടുന്നത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 112.60 രൂപയായി. ഡീസൽ വില 101 രൂപ കടന്നു. കൊച്ചിയിൽ പെട്രോളിന് 110 രൂപ 60 പൈസ കൂടി. ഡീസൽ വില കൊച്ചിയിൽ 99 രൂപ 54 പൈസയായി. എറണാകുളത്തെ കുന്നത്തുനാട് മണ്ഡലത്തിലെ മലയിടം തുരുത്ത് പാരിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിലെ പോലീസ് ദളിത് വേട്ടയിൽ പ്രതിഷേധിച്ച് PKS ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. PKS ജില്ലാ കമ്മിറ്റി അംഗം KA ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ ജോയിന്റ് സെക്രട്ടറി PS അശോകൻ അധ്യക്ഷത വഹിച്ചു. KK ദാസൻ, CK അശോകൻ, MK സുരേഷ്, P യതീന്ദ്രദാസ്, സുരേഷ് ബാബു, KC മണികണ്ഠൻ, MM സുമേഷ് എന്നിവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രം സർപ്പക്കാവിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് ഭക്തി നിർഭരമായി. പാതിരിക്കുന്നത്ത് മന സദാനന്ദൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉപദേശക സമിതി അംഗങ്ങളായ M രാമകൃഷ്ണൻ, K ചന്ദ്രദാസ്, ജയൻ മാരാത്ത്, ശശി പൂലോത്ത്, മാതൃസമിതി ഭാരവാഹികൾ, ക്ഷേത്ര ഉപദേശക സമിതി, കണ്ണകി മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരമം. തിരുവെങ്കിടം തരകൻ ലൂവീസ് ഭാര്യ ത്രേസ്യ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4:30 ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. വാഗ അരീക്കര വേലായുധൻ മകൻ ജനാർദ്ദനൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30 നടക്കും. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.